ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിന്റെ 11ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് ദി റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എനി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദി റേഡിയസ് ഓഫ് ഇറ്റ്സ് സർക്കം സർക്കിൾ. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ ഹാഫ് ആയിരിക്കും അതിന്റെ ഇൻ സർക്കിളിന്റെ റേഡിയസ് എന്ന് പ്രൂവ് ചെയ്യാം. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വെർട്ടീസിലൂടെ വരയ്ക്കുന്ന ട്രയാങ്കിള്, വെർട്ടീസിലൂടെ വരയ്ക്കുന്ന സർക്കിള്. ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന സർക്കിള്. അപ്പോൾ നോക്കാം. അപ്പോൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിള് അതിന്റെ സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്, ഇൻ സർക്കിളും വരച്ചിട്ടുണ്ട്. ഇൻ സെന്റർ ആണ് ഓ. അപ്പോൾ ഇതാണ് ഇൻ സർക്കം റേഡിയസ്, വലിയ പുറത്തെ സർക്കിൾ, അതായത് വെർട്ടീസിലൂടെ പോകുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ് ഒ എ. അതുപോലെ ഇൻ സർക്കിളിന്റെ റേഡിയസ് ആണ് ആർ. അപ്പൊ നോക്കിക്കേ, സർക്കം സർക്കിളിന്റെ റേഡിയസിന് ഞാൻ ക്യാപിറ്റൽ ആർ എന്നെടുത്തു, ഇൻ സർക്കിളിന്റെ റേഡിയസിന് ഞാൻ സ്മോൾ ആർ എന്നെടുത്തു. അതായത് വെർട്ടെക്സിൽ ഈ സെന്ററിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ദൂരം അതാണ് ക്യാപിറ്റൽ ആർ. സെന്ററിൽ നിന്ന് ഈ സൈഡ്സിലേക്കുള്ള ദൂരം അതാണ് ഇൻ റേഡിയസ്. അപ്പൊ ഇത് സ്മോൾ ആർ, ഇത് ക്യാപിറ്റൽ ആർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണ്. അപ്പോൾ ഒ പി പെർപെൻഡിക്കുലർ ടു എ സി ആണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എ ബി സി. അതുകൊണ്ട് ഓരോ ആംഗിളും 60 ഡിഗ്രി ആണ്. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആയിട്ട് വരും. കാരണം ഇൻ സെന്റർ ആണുള്ളത്. ഇൻ സെന്റർ ആകുമ്പോൾ ആംഗിൾ ബൈസെക്ടർ ആയിട്ട് വരും. അപ്പോൾ ഈ 60ന്റെ പകുതി ആയിരിക്കും ആംഗിൾ ഒ എ പി. അപ്പൊ ആംഗിൾ ഒ എ പി ഈക്വൽ ടു 60/2 30 ഡിഗ്രി. അപ്പൊ ഇത് 30 ഡിഗ്രി ആംഗിൾ ആണ്, ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്, ഇത് 60 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പൊ ഇതിന്റെ 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് സ്മോൾ ആർ, ഹൈപ്പോട്ന്യൂസ് ആണ് ക്യാപിറ്റൽ ആർ. അപ്പൊ സൈൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ ആർ ബൈ ആർ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. 30യുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സൈൻ 30യുടെ വില നമുക്കറിയാം, എത്രയാണ്? 1/2. അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ എന്ന് വന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 2r. അപ്പോൾ എന്ത് കിട്ടി? ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ആർ. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അതായത് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ക്യാപിറ്റൽ ആർ. അതായത് സർക്കം റേഡിയസിന്റെ ഹാഫ് ആയിരിക്കും ഇൻ റേഡിയസിന്റെ മെഷർ. ഏതിന്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. മറ്റു ട്രയാങ്കിളിലെ വ്യത്യസ്തമാണ് കേട്ടോ. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻ റേഡിയസ് എപ്പോഴും സർക്കം റേഡിയസിന്റെ ഹാഫ് ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറൊരു ചോദ്യം. പ്രൂവ് ദാറ്റ് ദി ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് എച്ച് ആൻഡ് ദി ഇൻ റേഡിയസ് ഈസ് ആർ, ദെൻ ഇറ്റ്സ് ഏരിയ ഈസ് ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ. ഇതിന്റെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്തിനെയാണ് നമ്മൾ എച്ച് നിർത്തിയിരിക്കുന്നത്. ഇൻ റേഡിയസിന്റെ അളവാണ് ആർ എങ്കിൽ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആർ ഇൻറ്റു എച്ച് പ്ലസ് ആർ എന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പൊ നോക്കാം, ഒരു റൈറ്റ് ട്രയാങ്കിള് അതിന്റെ ഇൻ സെന്റർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ 90 ഡിഗ്രി ആംഗിൾ ബി ആണ്. ഹൈപ്പോട്ന്യൂസിന്റെ മെഷർ എച്ച് ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻ റേഡിയസ് ആർ എന്ന് മാർക്ക് ചെയ്തു. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിനെ പി ഡി ക്യു ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി വി നോ ദാറ്റ് ബി പി ഒ ക്യു ഈസ് എ സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ബി പി ഒ ക്യു, കാരണം ഇത് 90 ഡിഗ്രി ആണ് ഗിവൺ. കൂടാതെ റേഡിയസ് പെർപെൻഡിക്കുലർ ടാൻജന്റ് 90, ഇത് 90. അപ്പോൾ നാലാമത്തെ ആംഗിൾ 90 വരും. കൂടാതെ ഇത് രണ്ട് റേഡിയസ് ആണ്. അപ്പോൾ അഡ്ജസ്റ്റ് സൈഡ് ഈക്വൽ ആയി. അപ്പോൾ 4 ആംഗിളും 90 ആയി. അതുകൊണ്ട് ഒ പി ബി ക്യു ഒരു സ്ക്വയർ ആണ്. അതുകൊണ്ട് ബി പിയും ബി ക്യൂവും ആർ തന്നെയാണ്. ബി പി ആർ ആണ്, ബി ക്യു ആർ ആണ്. അപ്പൊ നോക്കിയേ, ഈ ലെങ്ത് 6, ഈ ലെങ്ത് 6. ഈ ലെങ്ത് എനിക്കറിയില്ല. അപ്പൊ ഇത് ഞാൻ എക്സ് എന്ന് എടുത്തു, ഇത് വൈ എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോ ഈ ലെങ്ത് എ ക്യു എക്സ് പി സി വൈ. അപ്പൊ എ ക്യു എക്സ് ആകുമ്പോൾ എയിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ് എ ക്യു. അപ്പൊ എയിൽ നിന്ന് സർക്കിളിലേക്കുള്ള മറ്റൊരു ടാൻജന്റ് ആണ് എ ഡി. അപ്പൊ എ ക്യൂവും എ ഡിയും ഈക്വൽ ആണ്. അപ്പൊ ഇത് എക്സ് ആകുമ്പോൾ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അതുപോലെ സി പി തന്നെയാണ് സി ഡി. കാരണം ലെങ്ത് ഓഫ് ടാൻജൻസ് റൗണ്ട് ഫ്രം എ പോയിന്റ് ടു സർക്കിൾ ആർ
ഈക്വൽ. അപ്പൊ ഇത് y ആകുമ്പോൾ ഈ ലെങ്തും y ആണ്. അതായത് സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ് സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റ് ഒരേ ലെങ്ത് ഉള്ളത്. അപ്പൊ ഈ ലെങ്ത് y ആയാൽ ഇത് y, ഇത് x ആയാൽ ഇത് x. അപ്പൊ x പ്ലസ് y എന്ന് പറയുന്നത് h എന്ന് കിട്ടും. h is equal to x plus y. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഏരിയ is equal to r into s എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ s കാണാൻ ഹാഫ് ഓഫ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ് അല്ലെ. സെമി പെരിമീറ്റർ എസ് കാണാൻ, അതായത് മൂന്ന് സൈഡും കൂടി കൂട്ടുക. അതായത് ആർ പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ 2. അപ്പോൾ 2r പ്ലസ് 2x പ്ലസ് 2y ബൈ 2 ഹാഫ് ഇൻറ്റു 2r പ്ലസ് 2x പ്ലസ് 2y. 2 വെളിയിലെടുത്തു. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ആർ പ്ലസ് എക്സ് പ്ലസ് വൈ. അവിടെ 2 ഇൻറ്റു ക്യാൻസലായി. അപ്പൊ ആർ പ്ലസ് എക്സ് പ്ലസ് വൈ ആണ് എന്ന് പറയുന്നത്. ആർ പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് എസ്. അവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എച്ച് ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എക്സ് പ്ലസ് വൈക്ക് വരെ എച്ച് എഴുതി. അപ്പോൾ ആർ പ്ലസ് എച്ച് എന്ന് പറയുന്നതാണ് സെമി പെരിമീറ്റർ. ഏരിയയോ ആർ ഇൻറ്റു എസ്. അപ്പൊ ആർ ഇൻറ്റു എസ് ഏരിയ കിട്ടും. ആർ ഇൻറ്റു എസ്, എസ് എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എച്ച് എന്ന് കിട്ടി. അപ്പൊ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞായിരുന്നേ? ക്ലിയർ ആയ പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്തത് എന്താണ്? ഇത് സ്ക്വയർ ആണ്, അതുകൊണ്ട് ഇത് ആർ കിട്ടി, ഇത് ആർ കിട്ടി. ഈ ലെങ്ത് വൈ എടുത്തപ്പോൾ ഇത് വൈ, ഈ ലെങ്ത് എക്സ് എടുത്തപ്പോൾ ഇത് എക്സ്. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാണ് എച്ച്. എസ് എന്ന് പറഞ്ഞ സെമി പെരിമീറ്റർ, അതായത് 2x പ്ലസ് 2y പ്ലസ് 2r, അതിന്റെ പകുതി അത് ആർ പ്ലസ് എക്സ് പ്ലസ് വൈ ആവും. ആർ പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ആർ പ്ലസ് എച്ച് ആവും. ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എസ് ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു എസ് ആണ്. അപ്പൊ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ക്ലിയർ ആയ പറഞ്ഞത്? മറ്റൊരു ചോദ്യം. അപ്പൊ നോക്കിയേ, 8th ക്വസ്റ്റ്യൻ ആണ്. ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എ ബി and its hypotenuse is c. Prove that the radius of its incircle is half into a plus b minus c. ഇപ്പൊ ചെയ്ത പോലെ തന്നെ മറ്റൊരു പ്രോബ്ലം ആണ്. അതേ പ്രോപ്പർട്ടി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എയും ബിയും, ഹൈപ്പോട്ടന്യൂസ് ആണ് സി എങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം? റേഡിയസ് ഓഫ് ഇറ്റ്സ് ഇൻ സർക്കിൾ ഈസ് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. അപ്പൊ ഇത് അതുപോലെ തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇൻ സെന്റർ അവിടെ ഉണ്ട്. ഈ ലെങ്ത് ബിയും ഈ ലെങ്ത് എയും ഇത് സിയും എടുത്തിട്ടുണ്ട്. ഇനി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ചെയ്യാൻ പി ക്യു ആർ എടുത്തു. ഇൻ റേഡിയസ് ആർ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നോക്കിയാൽ നേരത്തെ എടുത്ത പോലെ തന്നെ ഇതൊരു സ്ക്വയർ ആണ് അല്ലെ. ബി ആർ ഒ ക്യു ഇസ് എ സ്ക്വയർ. അപ്പോ ഇത് റേഡിയസ് ആർ ആയതുകൊണ്ട് ഇതും ആറ് ഇതും ആറ്. ബി ക്യു ഇസ് ഈക്വൽ ടു ബി ആർ ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. ഈ ഡിസ്റ്റൻസ് ബി ആണ്, ഇത് ആറാണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എന്ത് വരും? ബി മൈനസ് ആർ. അത് ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് ഈ ആർ കുറയ്ക്കുന്നതാണ് സി ആർ. അതുപോലെ എ ക്യു ഇത്രയും ഡിസ്റ്റൻസ് എ ആണ്, അതിൽ നിന്ന് ഈ ആർ കുറയ്ക്കുക. അപ്പൊ എ മൈനസ് ആർ ആണ് ഏത്? എ ക്യു. അപ്പൊ എ ക്യു എ മൈനസ് ആർ, സി ആർ ബി മൈനസ് ആർ. അപ്പൊ എ ക്യു തന്നെയാണല്ലോ എ പി, കാരണം ലെങ്ത് ഓഫ് ടാൻജൻസ് ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു സർക്കിൾ ആർ ഈക്വൽ. അപ്പൊ എ മൈനസ് ആർ ഇതും എ മൈനസ് ആർ വരും. അതുപോലെ സി പി തന്നെയാണ് സി ആർ. അപ്പോൾ സി ആർ ഈക്വൽ ടു സി പി ഈക്വൽ ടു ബി മൈനസ് ആർ എന്ന് കിട്ടും. അപ്പൊ ഈ ലെങ്ത് ബി മൈനസ് ആർ, അതായത് എ പി ബി മൈനസ് ആർ, സി പി ബി എ പി എ മൈനസ് ആർ, സി പി ബി മൈനസ് ആർ. അപ്പോ സി ഈക്വൽ ടു എ മൈനസ് ആർ പ്ലസ് ബി മൈനസ് ആർ എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും അല്ലെ. എ സി ഈക്വൽ ടു എ മൈനസ് ആർ പ്ലസ് ബി മൈനസ് ആർ. അപ്പോ എ മൈനസ് എ സി എന്ന് പറയുന്നത് സി ആണ് അല്ലെ. ഈ ലെങ്ത് സി എന്ന് തന്നിരിക്കുന്നത് സി. അപ്പൊ എ പ്ലസ് ബി മൈനസ് 2r ഈസ് ഈക്വൽ ടു സി എന്നായി. അപ്പോൾ മൈനസ് 2r ഇപ്പറേറ്റും പ്ലസ് സി അപ്പറേറ്റും കൊണ്ടുപോവാം. അപ്പൊ 2r ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി എന്ന് എഴുതാം. സബ്ട്രാക്ട് ചെയ്യാനുള്ള 2r പറയുമ്പോൾ പ്ലസ് 2r, ആഡിങ് സി അപ്പറേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സി. അപ്പോൾ 2r ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി. അതായത് ബേസും വോൾട്ടിറ്റ്യൂഡും ആഡ് ചെയ്തിട്ട് ഹൈപ്പോട്ടന്യൂസ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന എപ്പോഴും ട്വൈസ് ഓഫ് ദി റേഡിയസ് ആയിരിക്കും റൈറ്റ് ട്രയാങ്കിളിന്റെ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് സി. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.